അപ്പച്ച, എന്റെ സ്റ്റാർ വെക്കാമോ? പിന്നെന്താ അപ്പച്ച, ഞാൻ ചെയ്യാം. മോളത് ഇവിടെ വെക്ക്. ആഹാ, അപ്പച്ചനും മക്കളും ഇതുവരെ ക്രിസ്മസ് ട്രീ ഒരുക്കി കഴിഞ്ഞില്ലേ? ഇപ്പോ നമ്മുടെ പള്ളിയുടെ കരോളിങ് വരും. നമ്മുടെ കരോളുകാർക്ക് കൊടുക്കാൻ വേണ്ടി അമ്മച്ചി ഉണ്ടാക്കിയ കേക്കാ ഇത്. ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കിക്കേ. വാവ്, സൂപ്പർ ടേസ്റ്റ് അമ്മച്ചി. അടിപൊളി. എൽസമ്മോ, നന്നായിട്ടുണ്ട്. അതൊക്കെ ഇരിക്കട്ടെ, എന്താ ഈ ക്രിസ്മസ്? ക്രിസ്മസിന് ട്രീ വെക്കും, സാന്റ വരും. അപ്പച്ച, ക്രിസ്മസിന് ഒത്തിരി ഗിഫ്റ്റ് കിട്ടും. അച്ചായ, കുഞ്ഞുങ്ങൾക്ക് ആ ക്രിസ്മസിന്റെ കഥയൊന്ന് പറഞ്ഞു കൊടുത്താലോ? എന്നാ വാ, നമുക്ക് അകത്തിരുന്ന് കഥ കേട്ടാലോ? പഴയ നിയമത്തിൽ ദൈവം വളരെ മഹത്വപരമായ ഭയാനകമായ സാന്നിധ്യമായി നിലകൊണ്ടു. പ്രവാചകന്മാർ മുഖാന്തരം മനുഷ്യരോട് സംസാരിച്ച ദൈവം മോശയെ ജ്വലിക്കുന്ന മുൾപടർപ്പിൽ നിന്നും വിളിച്ചു. സീനായി മലയിൽ ദൈവം തൻ്റെ സാന്നിധ്യം മേഘത്തിലും ഇടിമിന്നലിലും ഘോര ആരവത്തിലും പ്രകടമാക്കി. എന്നാൽ ക്രിസ്മസ് എന്നത് ലോക സൃഷ്ടി മുതൽ അദൃശ്യ പ്രകൃതി നിലനിർത്തിയിരുന്നവൻ മനുഷ്യരിൽ ഒരുവനായി നമ്മോടൊപ്പം പാർപ്പാൻ വന്ന ചരിത്ര സത്യമാണ്. ക്രിസ്മസ് ദൈവസ്നേഹത്തിൻ്റെ കഥയാണ്. ഇമ്മാനുവേൽ, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനുമാണ്. അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നസ്രത്തിൽ മറിയം എന്ന പേരുള്ള ഒരു കന്യക ജീവിച്ചിരുന്നു. അവളുടെ വിവാഹം ദാവീദ് ഗ്രഹത്തിലുള്ള ജോസഫ് എന്ന പുരുഷനുമായി നിശ്ചയിച്ചിരുന്നു. ദൈവം ഗബ്രിയേൽ ദൂതനെ ആ കന്യകയുടെ അടുക്കൽ അയച്ചു. ദൈവകൃപ നിറഞ്ഞവളെ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഗബ്രിയേൽ ദൂതന്റെ അഭിവാദനം കേട്ട മറിയം സംഭ്രമിച്ചു. മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ. അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഗബ്രിയേൽ ദൂതനിൽ നിന്നും തന്റെ ചാർച്ചക്കാരി എലിസബത്ത് ഗർഭിണി എന്ന് മനസ്സിലാക്കിയ മറിയം തിടുക്കത്തിൽ എലിസബത്തിന്റെ ഭവനത്തിലേക്ക് പുറപ്പെട്ടു. മറിയത്തിന്റെ അഭിവാദനം കേട്ട എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉദ്ഘോഷിച്ചു. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലം അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയം അവളോടുകൂടെ 3 മാസം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. നീതിമാനായ ജോസഫ്
തനിക്ക് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന മറിയം ഗർഭിണിയായെന്ന് കണ്ടു. അവൻ നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാൽ അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ നിലച്ചിരിക്കെ കർത്താവിന്റെ ദൂതൻ അവന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന പേരിടേണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ജോസഫ് നിദ്രയിൽ നിന്നുണർന്നു. കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണമെന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. പേരെഴുതാനായി ഓരോരുത്തരും തങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതാനായി ഗലീലിയയിലെ പട്ടണമായ നസറത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയം അടുത്തു. എന്നാൽ അവൾക്ക് പാർക്കുവാൻ സത്രത്തിൽ സ്ഥലം ലഭിച്ചില്ല. അവൾ തന്റെ ആദ്യജാതന് പശുത്തൊഴുത്തിൽ ജന്മം നൽകി. ശിശുവിനെ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പശുത്തൊട്ടിലിൽ കിടത്തി. അന്ന് ആ പ്രദേശത്ത് ആട്ടിൻകൂട്ടത്തെ കാവൽക്കാത്ത് വെളിയിൽ പാർത്തിരുന്ന ഇടയന്മാരുടെ അരികെ കർത്താവിന്റെ ദൂതൻ വന്നു നിന്നു. ഇതാ, സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബേത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. യഹൂദരുടെ രാജാവായി പിറന്നവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടവനെ നമസ്കരിപ്പാനായി പൗരസ്ത്യ ദേശത്ത് നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുന്നേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും പൊന്നും കുന്തിരിക്കയും മീറയും കാഴ്ചയർപ്പിച്ച് അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. ഈ സദ്വാർത്ത കണ്ട സ്വർഗീയ സൈന്യം ആഹ്ലാദിച്ചു. Angels
ഇപ്പോൾ നിങ്ങൾക്ക് ക്രിസ്മസ് എന്താണെന്ന് മനസ്സിലായോ? ഓ, അപ്പോൾ ക്രിസ്മസ് ഈശോപ്പയുടെ ബർത്ത്ഡേ ആണല്ലേ? ആ, അത് തന്നെ. വാ മക്കളെ, നമ്മുടെ പള്ളിയുടെ കരോളിങ് വന്നു. നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാം. കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി, കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കണ്ണും 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 കാത്തിരുന്നു.